ഇന്ന് ഈ ഹദീസ് പഠന വേദിയിൽ ഇമാം അഹ്മദും തൊബറാനിയും അബൂദാവൂദും ഉദ്ധരിച്ചിട്ടുള്ള ഇമാം നാസറുദ്ദീൻ അൽബാനി സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൻ്റെ സാരമാണ്, സംക്ഷിപ്ത സാരമാണ് നാം പഠനത്തിനെടുക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം അതിൻ്റെ ശബ്ദം കൊണ്ട് വീടുകളിലിരിക്കുന്ന സ്ത്രീകൾ പോലും ആ പ്രസംഗം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വാസം പ്രവേശിക്കാതെ നാവുകൊണ്ട് മാത്രം വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾ സത്യവിശ്വാസികളെ ഉപദ്രവിക്കരുത്. അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആർ തൻ്റെ സഹോദരൻ്റെ ന്യൂനതകൾ പരതി നടക്കുന്നുവോ അവൻ്റെ രഹസ്യങ്ങൾ അള്ളാഹുവും പരസ്യപ്പെടുത്തുന്നതാണ്. അള്ളാഹു ആരുടെയെങ്കിലും രഹസ്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയാൽ അവനെ അള്ളാഹു വഷളാക്കുക തന്നെ ചെയ്യും, തൻ്റെ വീട്ടിനകത്ത് അയാൾ ഒളിച്ചിരുന്നാൽ പോലും. ഈ ഹദീസ് രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് ഒരു സഹോദരനെ വഷളാക്കുവാനും അപഹസിക്കുവാനുമുള്ള ശ്രമം സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിക്കുന്നു. ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ വചനത്തിൽ ഊഹം വെടിയണമെന്നും ഊഹത്തിൽ നിന്ന് മിക്കതും യാഥാർത്ഥ്യമല്ല എന്നും നിങ്ങൾ ചാരവൃത്തി നടത്തി രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നുമെല്ലാം അള്ളാഹു തന്നെ നേരിട്ട് സത്യവിശ്വാസികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുക പലരുടെയും ഒരു ഹോബിയാണ്. അങ്ങനെ അന്വേഷിച്ച് അയാളെ പൊതുജനമധ്യത്തിൽ താറടിക്കുവാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അത് പരമാവധി ഉപയോഗിക്കുക എന്നതാണ് പലരുടെയും വിനോദം. രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുക, സംസാരം കട്ടുകേൾക്കുക, സ്വന്തം സ്വകാര്യമായ കത്തുകൾ എഴുത്തുകൾ വായിക്കുക, അവരൻ്റെ ന്യൂനതകൾ എന്തൊക്കെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇമെയിലും എല്ലാം തന്നെ ഹാക്ക് ചെയ്ത് അതിലെല്ലാം എന്താണുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ആളുകളുടെ വിനോദങ്ങളായി മാറുകയാണ്. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ഗൗരവതരമായ കുറ്റമാണ് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുറ്റത്തെ വളരെ ഗൗരവതരമായിട്ടാണ് കണ്ടത്. മറ്റുള്ളവർ കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ ചെവിട് വെച്ച് അത് കേൾക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചെവിയിൽ ഈയമൊരുക്കി ഒടിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ ശ്രമിക്കുന്നവർ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കപ്പെടുമെന്ന് ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ അബൂദാവൂദ് തൻ്റെ സുനനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഒരാളുടെ സ്വകാര്യമായ എഴുത്ത്, കത്ത് അയാളുടെ സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഒരാൾ വായിക്കുകയാണെങ്കിൽ, അതിലേക്ക് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നരകത്തിലേക്കാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്.
ഇമെയിലും മറ്റും ഹാക്ക് ചെയ്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നരകത്തിലേക്ക് കണ്ണ് പായിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് അർത്ഥം. സ്വന്തം വീട്ടിലേക്ക് അയാളുടെ സമ്മതമില്ലാതെ ആരെങ്കിലും തുറിച്ചു നോക്കുകയാണെങ്കിൽ അയാളുടെ കണ്ണ് എറിഞ്ഞു പൊട്ടിക്കുവാൻ അയാൾക്ക് അവകാശമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വീട്ടിലേക്ക് ഒരാൾ ഒളിഞ്ഞു നോക്കിയത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമ്പെടുത്ത് അയാളുടെ കണ്ണിന് നേരെ ചൂണ്ടുകയും അയാൾ മാറിക്കളഞ്ഞപ്പോൾ ഈ അമ്പ് താങ്കൾ മാറിയിട്ടില്ലെങ്കിൽ താങ്കളുടെ കണ്ണ് തകർക്കുമായിരുന്നേനെ എന്ന് പ്രവാചകൻ പറയുകയും ചെയ്തതായി ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇവിടെയെല്ലാം അപരൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ, അപരൻ്റെ സ്വകാര്യത അറിയാൻ, അപരൻ്റെ സ്വകാര്യതയെ മനസ്സിലാക്കാൻ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ന് സ്വകാര്യതാ സംരക്ഷണം ഒരു 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 അവകാശമായി എടുത്തു പറയേണ്ട അവസ്ഥാവിശേഷമാണുള്ളത്. ഹോട്ടൽ മുറികളിൽ പോലും ഒളിക്യാമറകൾ വെച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ടോയ്ലറ്റുകൾക്കകത്ത് പോലും കയറാൻ സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷം. അതിനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളികളടക്കം. കുറേ ആളുകളെ വീടുകളിൽ ഒരുമിച്ചിരുത്തിയിട്ട് അവരെ ജീവിക്കാൻ വിട്ടിട്ട് അവരെ സ്വകാര്യമായി ഒപ്പിയെടുക്കുകയും ആ ദിവസങ്ങളോളം അവരുടെ സ്വകാര്യ ജീവിതത്തെ സൂക്ഷ്മമായി ഒപ്പിയെടുത്ത് മലയാളി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അത് പ്രദർശിപ്പിച്ച് അതുകൊണ്ട് മാർക്കറ്റിംഗ് നടത്തുന്ന, അതുകൊണ്ട് ചാനൽ വികസിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്വകാര്യതയ്ക്ക് വളരെയേറെ പവിത്രതയുണ്ട്. വ്യക്തികളുടെ സ്വകാര്യത അതവരുടേത് മാത്രമാണ്. അവിടെ ഭരണകൂടത്തിന് പോലും എത്തിനോക്കാൻ അവകാശമില്ല എന്നിടത്താണ് ഇസ്ലാം നിൽക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരിക്കലൊരു വിധി പറയാൻ വേണ്ടി വന്നപ്പോൾ പ്രതിയെക്കുറിച്ച് അയാൾ മദ്യപാനിയാണ് എന്നും അയാളുടെ താടികളിൽ പോലും മദ്യം കാണാൻ കഴിയുമെന്നുമെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതായി സുനൻ അബൂദാവൂദിലുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊഴിഞ്ഞു നോക്കുക നമുക്ക് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ മാത്രം ശിക്ഷിക്കുവാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ എവിടെയെങ്കിലും വെച്ച് മദ്യപിച്ചിട്ടുണ്ടോ, മദ്യപിക്കാറുണ്ടോ, അയാളുടെ വീടുകളിൽ സ്വകാര്യതകളിൽ ഒളിഞ്ഞു നോക്കാൻ ഭരണാധികാരിക്ക്, ഭരണ സംവിധാനത്തിന് ബാധ്യതയില്ല. അത് സമൂഹത്തെ ബാധിക്കാത്തിടത്തോളം കാലം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് ഭരണാധികാരികളല്ല. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായി തെളിഞ്ഞാൽ ഭരണാധികാരിക്ക് നടപടിയെടുക്കേണ്ടി വരും. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് വേഷപ്രച്ഛന്നനായി പ്രജകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി, സാധാരണക്കാരെ വേഷപ്രച്ഛന്നൻ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു സാധാരണക്കാരനായി ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിട്ടും സാധാരണക്കാരനായി രാത്രി സമയത്ത് ഇറങ്ങി നടക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ് അദ്ദേഹം നടക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അദ്ദേഹവും പാതിരാത്രിയിൽ ഒരു വീട്ടിൽ വെളിച്ചം കാണുകയും അങ്ങോട്ട് ചെല്ലുകയും ചെയ്തപ്പോൾ അവിടെ സ്വകാര്യമായി അവർ മദ്യപിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ മദ്യപാനി ശിക്ഷിക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമമാണത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത്
നോക്കി അവരെ ശിക്ഷയെക്കുറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വളരെ കൃത്യമായി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ചുഴിഞ്ഞു നോക്കൽ നിരോധിച്ചിരിക്കുന്നു. അവർ സ്വകാര്യതയിൽ ചെയ്യുന്ന തെറ്റ് അത് നോക്കൽ നമ്മുടെ പണിയല്ല. നാം ചെയ്യേണ്ടത് തെറ്റ് ചെയ്തതായി സമൂഹം സാക്ഷ്യപ്പെടുത്തുകയും തെറ്റ് ചെയ്തതായി തെളിയിക്കപ്പെടുകയും ചെയ്താൽ അവർക്ക് ശിക്ഷ വിധിക്കുക മാത്രമാണ്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ചുഴിഞ്ഞു നോക്കി കണ്ടുപിടിക്കൽ രാഷ്ട്രത്തിൻ്റെ പാടില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സൂചിപ്പിച്ച ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോരുത്തർക്കും സ്വകാര്യത സംരക്ഷിക്കുവാൻ അവകാശമുണ്ട് എന്നാണ്. അയാളുടെ സ്വകാര്യതയിലേക്ക് കണ്ണു നട്ട് നോക്കാൻ ആർക്കും അവകാശമില്ല, അതെന്തിൻ്റെ പേരിലാണെങ്കിലും. സ്വകാര്യത എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ്. അത് സമൂഹത്തിന് ഹാനികരമാകാത്തിടത്തോളം കാലം, സമൂഹത്തിന് പ്രശ്നമാകാത്തിടത്തോളം കാലം, സമൂഹത്തിൽ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്തിടത്തോളം കാലം അവരുടെ സ്വകാര്യതയിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. അത് സമൂഹത്തിന് പ്രശ്നമാകുമ്പോൾ മാത്രമാണ് സമൂഹം ഇടപെടുക, രാഷ്ട്രം ഇടപെടുക. വ്യക്തികൾക്കാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാൻ വേണ്ടി ചുഴിഞ്ഞന്വേഷിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. നമ്മൾ നമ്മുടെ തെറ്റുകൾ കാണണം, സ്വന്തം തെറ്റുകളെ പരിശോധിക്കണം, സ്വന്തം തെറ്റുകളെ ആത്മവിചാരണ നടത്തി പരിശോധിച്ച് അവിടെ സംസ്കരിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ തെറ്റ് കാണാൻ എന്തൊരു ആവേശമാണ്. അതേസമയം സ്വന്തം തെറ്റുകൾ സ്വന്തത്തിലേക്ക് നോക്കി അത് പരിശോധിച്ച് പഠിച്ചറിഞ്ഞ് അത് തിരുത്താൻ നമ്മൾ സന്നദ്ധമാകുമെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തെ ഹനിക്കുവാൻ നമ്മൾ സന്നദ്ധരാവരുത്, അങ്ങോട്ട് കടന്നു ചെല്ലരുത്. അത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യപാട്. നമുക്ക് നമ്മുടെ കാര്യം നോക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരണപ്പെടുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കണം.